ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഈ ആധുനിക കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പ്രപഞ്ചം നമുക്ക് നൽകുമെന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ പലരും പറയുന്നൊരു കാര്യമാണ്, വർഷങ്ങളായിട്ട് ഞങ്ങൾ അഫർമേഷൻസ് പറയുന്നുണ്ട്, വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഒരു ചോദ്യം, ഈ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ലേ? ഫ്രണ്ട്സ്, തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഈസ് ലോ ഓഫ് അലൈൻമെൻറ്റ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ജീവിതം അല്ലെങ്കിൽ ഡ്രീം ലൈഫ്, ആ ഡ്രീം ലൈഫും നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് ഐഡൻറ്റിറ്റിയും തമ്മിൽ അലൈൻഡ് ആകുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഇവിടെ നമ്മുടെ ബ്രെയിനിന് ഒരു റോളുണ്ട്. ആ ഒരു റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉദാഹരണത്തിലൂടെ ഞാൻ വ്യക്തമാക്കാം. നമുക്കെല്ലാവർക്കും ഒരു ഡ്രീം കാറുണ്ട് അല്ലേ? നമ്മൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാർ. അതിപ്പോൾ ഏത് മോഡലിലുള്ളതാണ് അല്ലെങ്കിൽ ഏത് തരം കാറാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാർ, നമ്മൾ എപ്പോഴും ഈ റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ നിരത്തുകളിലൂടെ ധാരാളം കാറുകൾ പോകുന്നുണ്ടാകാം. പക്ഷേ നമ്മുടെ കണ്ണുകളിൽ എപ്പോഴും ഉടക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഡ്രീം കാർ തന്നെയായിരിക്കും. ശരിയല്ലേ? ഒരൊറ്റ ദിവസം കൊണ്ട് ഈ കാറുകൾ ഈ നിരത്തിൽ കൂടിയതൊന്നുമല്ല, നമ്മുടെ അറ്റൻഷൻ അവിടെ മാറി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗോൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും? ഓപ്പർച്യൂണിറ്റീസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ. ഇനി ഈ ലോ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ 3-4 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ക്ലിയർ വിഷൻ. അതായത് നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു വിഷൻ നമുക്കുണ്ടാകണം. ഇപ്പോൾ നമുക്ക് ആ കാറിനെ തന്നെ ഇങ്ങോട്ട് എടുക്കാം. ഏത് തരം കാറാണ് വേണ്ടത് എന്നുള്ളത് മൈൻഡിന് കൊടുക്കുവാൻ കഴിയണം. റോഡിൽ കൂടി പോകുന്ന എല്ലാ മോഡൽ കാറും എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഒരു ക്ലിയർ വിഷൻ അല്ല. എന്നാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാർ മൈൻഡിന് കൊടുക്കുകയാണ്, ഈ കാർ എനിക്ക് സ്വന്തമാക്കണം. അത് BMW ആകാം, ലംബോർഗിനി ആകാം, ഹോണ്ട സിറ്റി ആകാം, എന്തുമാകാം. നിങ്ങളുടെ ഡ്രീം ലൈഫിലുള്ള ആ കാർ ഏതാണോ അത് മൈൻഡിന് കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ദാറ്റ് ഈസ് ക്ലിയർ വിഷൻ. രണ്ടെന്ന് പറയുന്നത് ബിലീവ്. ആ കാർ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. അവിടെയാണ് ലോ ഓഫ് അട്രാക്ഷൻ കൂടുതൽ വ്യക്തതയിലേക്ക് എത്തുന്നത്. മൂന്നെന്ന് പറയുന്നത് ഫീൽ. അതായത് ആ കാർ സ്വന്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, നമ്മൾ ഏതൊക്കെ രീതിയിലാണോ അത് എൻജോയ് ചെയ്യുന്നത്, ആഘോഷിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതിപ്പോഴേ നമുക്ക് അങ്ങോട്ട് സെലിബ്രേറ്റ് ചെയ്യുവാൻ കഴിയണം. 4 പറയുന്നത് ആക്ഷൻ. ആ കാർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ അല്ലെങ്കിൽ നമുക്കത് വാങ്ങിക്കുവാൻ തക്ക ആക്ഷൻസ് കൂടി നമുക്ക് എടുക്കുവാൻ കഴിയണമെന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ കണ്ണുകൾ അടച്ചിരുന്ന് അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നതിലല്ല കാര്യം, നമ്മുടെ ഡ്രീം ലൈഫിനനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായി നമുക്ക് മാറുവാൻ കഴിയണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മുടെ ഡ്രീം ലൈഫും ഇപ്പോഴത്തെ നമ്മുടെ കറണ്ട് ഐഡൻറ്റിറ്റിയും തമ്മിൽ അലൈൻഡ് ആകണം. അപ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുന്നത്. നമ്മുടെ ജീവിതം മാറുന്നതിന് മുൻപ് നമ്മുടെ ഐഡൻറ്റിറ്റി നമുക്ക് മാറ്റുവാൻ കഴിയണം. നമ്മുടെ ഐഡൻറ്റിറ്റി അങ്ങോട്ട് മാറാൻ തുടങ്ങുമ്പോൾ നമ്മളെടുക്കുന്ന ഡിസിഷൻസ് അങ്ങോട്ട് മാറാൻ തുടങ്ങും. നമ്മുടെ ഡിസിഷൻസ് അങ്ങോട്ട് മാറുമ്പോൾ നമ്മളുടെ റിയാലിറ്റി അങ്ങോട്ട് മാറുവാൻ തുടങ്ങും. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിരന്തരമായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഫലം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കുള്ള കറണ്ട് ഐഡൻറ്റിറ്റി എന്താണെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്താണ്? എനിക്കതിന് കഴിയില്ല, എനിക്ക് ആത്മവിശ്വാസമില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല, അല്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ് അല്ലെങ്കിൽ ദരിദ്രയാണ്, അല്ലെങ്കിൽ എനിക്കെന്നും രോഗങ്ങളാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ. അങ്ങനെയെങ്കിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫിലേക്ക് നമുക്ക് എത്തുവാൻ കഴിയില്ല. പിന്നെയോ നമ്മുടെ ഡ്രീം ലൈഫിനനുസരിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മുടെ മനസ്സിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നമുക്ക് കഴിയണം. അത് നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ വിശ്വാസങ്ങളിലൂടെ, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നതിലൂടെ നമുക്കതിന് സാധ്യമാവുക തന്നെ ചെയ്യും. നിരന്തരമായിട്ട് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചിന്തിക്കുക, അത് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക, അത് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക, അതിനനുസരിച്ചിട്ടുള്ള ചെറിയ ചെറിയ ആക്ഷൻസ് അങ്ങോട്ട് എടുക്കുക. തീർച്ചയായിട്ടും ആ സ്വപ്ന ജീവിതം
നേടിയെടുക്കുവാനുള്ള ആ ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുക തന്നെ ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നു മുതൽ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും അഫർമേഷൻസും വിഷ്വലൈസേഷനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിനനുസരിച്ച് അതിനൊപ്പം ആക്ഷൻസ് കൂടി നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകും. ഓക്കെ ഫ്രണ്ട്സ്, ലോ ഓഫ് അട്രാക്ഷൻ സംബന്ധിച്ചിട്ടുള്ള സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്.